എന്ത് പറഞ്ഞാലും ശരി, റീന നിന്റെ മകളാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എന്ത് മിടുക്കിയവള്. നിന്റെ മോൻ നിന്നെ പോലെ ഒരുപാട് സംസാരിക്കുന്ന ആളൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതെ അതെ, ചാൻസേ ഇല്ല. ശ്യാം അവന്റെ അമ്മയെ പോലെ വളരെ ലൈക്സ് യുവർ ഡോട്ടർ വെരി മച്ച്, യു നോ. 10 തവണ ഫോൺ വിളിച്ചിരിക്കുന്നു റീനെ. എനിക്കറിയാം അവൻ അവളെ ഇഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ടാണല്ലോ തിടുക്കത്തിൽ അവളുടെ ഫോട്ടോ ഞാൻ അവൻ അയച്ചു കൊടുത്തത്. ഓക്കെ. അല്ല രാജീവ് എവിടെ? ഇതുവരെ ആളെ കണ്ടില്ലല്ലോ. ഇനിയും അവന് ഇന്ത്യൻ ടൈം സെറ്റ് ആയിട്ടില്ല. ഇപ്പഴാ എണീറ്റ് കുളിക്കാൻ പോയേ. നാളെ അവൻ ബാംഗ്ലൂരിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ബോഡി ഷോപ്പിംഗ്. 25 പേരെ സെലക്ട് ചെയ്യണോ അത്രേ. ഇന്ന് രാത്രി പുറപ്പെടണം. അല്ല, റീനയെ കൊണ്ട് നമുക്ക് ബാംഗ്ലൂർക്ക് പോയാലോ? 2-3 ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. രാജുവും റീനയും ജോളിയായി കഴിയട്ടെ. ബാംഗ്ലൂരിൽ വെച്ച് എൻഗേജ്മെന്റ്, മദ്രാസിൽ വെച്ച് കല്യാണം. നമുക്ക് 2 പേർക്കും വേണ്ടപ്പെട്ടവരൊക്കെ മദ്രാസിലല്ലേ ഇരിക്കുന്നേ. അതെല്ലാം ശരി. എന്റെ മോള് കല്യാണത്തിന് സമ്മതിച്ചു. ചെറുക്കന്റെ കാര്യമാ ബാക്കി. എവിടെയാ വേഗം വരാൻ പറയൂ. അവനെ വിളിക്കേ. ഫോണിൽ വിളിക്കുന്ന കേട്ടു. എടാ രാജീവ്, നീ ചെന്ന് വിളിക്കേ. കഴിക്ക. ഹേയ് രാജീവ്, വേഗം ആടാ പുത്ര. എത്ര സ്മാർട്ട് ആയിരിക്കുന്നു. How do you do, my boy? Fine, uncle. I'm very happy. Hi Rajiv, how are you? Fine. And that's my daughter. Hi, Rina. How are you? രാജീവ്, sit down, uncle. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ കാണും. പ്ലീസ്. റീന, ഹൗ തിങ്സ് വിത്ത് യു? അന്നത്തേന് ശേഷം തന്നെ പിന്നെ ഫോണിൽ കിട്ടിയിട്ടേ ഇല്ല. എന്തു പറ്റി? ഫോൺ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ ദിവസം ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഹലോ, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഡ്രിങ്ക്സ് കഴിക്കേ. റീന, അന്ന് ഞാൻ പറഞ്ഞ ഓർക്കണ്ടോ നമ്മുടെ ഐഡിയ ഒക്കെ വർക്കൗട്ട് ആവുന്നു? ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഒരു മഹാസമ്മേളനം തന്നെ നടക്കുന്നത്. റീന, ഞാൻ തന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നത്. ഇവരൊക്കെ സമ്മതിക്കാവോ? വാട്ട് അബൌട്ട് യു? ലീവ് എടുക്കാൻ പറ്റുമോ? ഒരു 5 days നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ. അവൻ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? അവനെന്താ നല്ല ഉയരം, എപ്പോ നോക്കിയാലും ഒരു ചിരി. അപ്പോഴും വഞ്ചിക്കായിരുന്നു. ഇപ്പൊ അതാണ് മുഖ്യം. വാസുകി, ഞാൻ സംശയിക്കുന്ന 10 ദിവസം മുമ്പ് 2 പേര് വന്ന് നിന്നെപ്പറ്റി എന്നോട് തിരക്കി. അവര് രാജേഷും ചൊക്കലിങ്ങും. റീന, ആക്ച്വലി നിന്റെ ഫോൺ നമ്പർ ഞാൻ അവർക്ക് കൊടുത്ത്. എന്താ പറഞ്ഞേ? നിന്നെ നന്നായി അറിയാന്ന്. നിന്റെ ഫോൺ നമ്പർ മാത്രമേ ഞാൻ കൊടുത്തുള്ളൂ. രാജീവെ പറ്റിയൊക്കെ അവരെങ്ങനെ അറിഞ്ഞേ? ഇത് വളരെ സീരിയസ് ആയ പ്രശ്നം റീന. ഒരാൾ നിന്നെ കബളിപ്പിച്ചു. നമ്മൾ കംപ്ലൈന്റ് ചെയ്താൽ അവൻ വലയെ വീഴുമെന്ന് ഉറപ്പാ. നീ ഫാദറിനോടെല്ലാം പറഞ്ഞു കൊടുക്ക്.